كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. ഈ പരിശുദ്ധ റമളാൻ, ഈ വർഷത്തെ ഈ റമളാൻ എന്ന് പറയുന്നത് അതിനകത്ത് 4 വെള്ളിയാഴ്ചയാണ്. 2 വെള്ളിയാഴ്ചയും ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് 2 വെള്ളിയാഴ്ചകളാണ്. അതുപോലെ റമളാനിലെ ആദ്യത്തെ 10 ഇന്നത്തോടുകൂടെ അവസാനിക്കുകയാണ്. റമളാൻ നോമ്പ് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ നിങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ഇവിടെ ഒരു ഇഫ്താർ സംഗമം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ സംഗമത്തിന്, ഇഫ്താറിന് ഇതിൽ ഭാഗവാക്കായിട്ടുള്ള എല്ലാവർക്കും, ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുള്ള, സഹായിച്ചിട്ടുള്ള, ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും അർഹമുറാഹിമിനായ റബ്ബ് ഉചിതമായ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, എനിക്ക് 1-2 കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കുവാനുള്ളത്. ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഇന്ന് സമൂഹത്തിൻ്റെ അവസ്ഥ? നമ്മുടെ സമൂഹത്തിൽ അധർമ്മങ്ങൾ കൊടികുത്തി വാഴുകയാണ്. നിങ്ങൾക്കറിയുമോ, കുടുംബങ്ങൾ അതിനകത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള യുവാക്കളും അതുപോലെ ഒരു പരിധിവരെ യുവതികൾ ഉൾപ്പെടെ അധപ്പതനത്തിൻ്റെ പടുകുണ്ടിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ അഡിക്ഷൻ ബാധിച്ച് അത് മനസ്സിന് ഒരു രോഗമായി മാറി അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നേരിടുന്ന ആ ഒരവസ്ഥയിലേക്ക് പലരും അധപ്പതിച്ചിട്ടുണ്ട്. ആ ഒരു ഭയാനകമായ രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഇന്നത്തെ പത്രവാർത്ത എന്താണ് സൂചിപ്പിക്കുന്നത്? കേരളക്കരയിൽ മുസ്ലിങ്ങളായിട്ടുള്ള 2 സഹോദരങ്ങൾ ഒരു യുവതിയെയും കൂട്ടി മദ്യപിച്ചുകൊണ്ട് കാർ ഓടിക്കുകയാണ്. പോലീസ് അവരെ കൈ കാണിച്ചു. അവർ നിർത്തിയില്ല, നിർത്തുന്നു എന്ന ഭാവേന വാഹനത്തിന്റെ വേഗത കുറച്ചു. പക്ഷേ പോലീസിനടുത്തെത്തിയപ്പോൾ അവർ ധൃതിയിൽ പോയി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേൽപ്പിച്ചുകൊണ്ട്, പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ 2 യുവാക്കളെയും പിടികൂടുകയുണ്ടായി. മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം അധാർമിക പ്രവർത്തനങ്ങളാണ് സഹോദരങ്ങളെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ എന്താണ് പരിഹാരം? യാതൊരു സംശയവും വേണ്ട. ഓരോ മനുഷ്യരും റഹ്മാനായ റബ്ബിന് മാത്രം ഭയപ്പെടുന്ന, അവൻ എന്നെ നോക്കുന്നു, എന്നെ നിരീക്ഷിക്കുന്നു, എൻ്റെ ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും റബ്ബ് നിരീക്ഷിക്കുന്നു. അവൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും, അവനോട് കണക്ക് പറയേണ്ടി വരും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മൾ അധർമ്മങ്ങളിലേക്ക് പോകുകയില്ല, അക്രമങ്ങളിലേക്ക് പോകുകയില്ല, ഹറാമായ സംഗതികളിലേക്ക് പോകുകയില്ല, നേരായ വഴിയിൽ സഞ്ചരിക്കും. പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ചിന്ത എന്താ? വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ ആയത്താണ്. നിങ്ങൾ രഹസ്യത്തിലാണോ, നിങ്ങൾ പരസ്യത്തിലാണോ, അതാ അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്നുള്ള ചിന്ത അത് നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് അടിക്കടി ആവർത്തിച്ചുകൊണ്ട്, മനുഷ്യ നീ വിചാരിക്കുന്നു നിന്റെ രഹസ്യം ആരും കാണുന്നില്ല എന്ന്. നിന്റെ കൂട്ടുകാർ കാണുന്നില്ലായിരിക്കാം, നിന്റെ ഇണകാർ
കാണുന്നില്ലായിരിക്കാം, നിന്റെ വീട്ടുകാർ കാണുന്നില്ലായിരിക്കാം, പക്ഷേ റബ്ബുൽ ആലമീൻ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ സകലതും അവൻ അറിയുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യങ്ങൾക്കും നാഥാ നീ സാക്ഷിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ രഹസ്യവും നമ്മുടെ പരസ്യവും അത് അള്ളാഹു നിരീക്ഷിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉറക്കണം. ഈമാൻ അത് ഊട്ടിയുറപ്പിക്കണം. അതിനെന്ത് വേണം? നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കാണ് സത്യത്തിൽ യഥാർത്ഥത്തിലുള്ളൊരു ഈമാൻ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരേ ആയത്ത് 4 തവണ ആവർത്തിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖമർ എന്ന് പറയുന്ന അധ്യായത്തിൽ. നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മുസ്ഹഫില്ലേ, നിങ്ങളുടെ റൂമിൽ മുസ്ഹഫില്ലേ, പരിഭാഷയില്ലേ, എടുത്തു നോക്കണം. സൂറത്തുൽ ഖമർ എടുത്തു നോക്കുക. അതിലൊരു ആയത്തുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഇതാ പരിശുദ്ധ ഖുർആനിനെ പഠിച്ച് മനസ്സിലാക്കുവാൻ, ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ വളരെ സരളമാക്കിയിരിക്കുന്നു, എളുപ്പമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ചിന്തിക്കുന്നവരുണ്ടോ, അതിനെക്കുറിച്ച് ആലോചിക്കുന്നവരുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഈ ആയത്ത് 4 തവണയാണ് ആവർത്തിക്കുന്നത്. ഇതാരോടാണ് പ്രിയമുള്ളവരെ? ഞാനും നിങ്ങളും മഹാനായ മുഹമ്മദ് നബിയുടെ അനുയായികളല്ലേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളല്ലേ, നമുക്കല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. എന്നിട്ട് നമ്മൾ ഖുർആൻ ഓതാറുണ്ടോ? ഖുർആൻ പഠിക്കാറുണ്ടോ? ഖുർആൻ പഠിക്കണമെന്ന ചിന്ത അത് നമ്മുടെ മനസ്സിലുണ്ടോ? ആലോചിക്കുക പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, ഒരു 40 വയസ്സ് വരെ, ഒരു 45 വയസ്സ് വരെ ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ട് അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ ഒരു ആയത്തിന്റെ, ഒരു സൂറത്തിന്റെ അർത്ഥം പോലും നമുക്കറിയില്ല എങ്കിൽ എങ്ങനെയാണ് അല്ലാഹു തആല നമ്മെ ഇഷ്ടപ്പെടുക? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു എന്ന്. ഖുർആൻ പഠിക്കാതെ, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാതെ, അതിന്റെ ആ പ്രകാശം ഉൾക്കൊള്ളാതെ, അതിൽ വിശ്വസിക്കാതെ, അതിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താതെ ആഖിറത്തിൽ വിജയം വരിക്കാം, നരകത്തുനിന്ന് രക്ഷപ്പെടാം എന്നാരും വിചാരിക്കേണ്ടതില്ല. നാളെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് സാക്ഷി നിൽക്കും. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. നാദാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എൻ്റെ ജനത അവർ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഖുർആനിനെ അവഗണിക്കുക? അതിൽ വിശ്വസിക്കാതിരിക്കുക. വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വാസത്തോടുകൂടെ ജീവിക്കുക. ആ ഖുർആൻ പഠിക്കാതിരിക്കുക, അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക, പാരായണം ചെയ്യാതിരിക്കുക, അതിന് വിരുദ്ധമായി നിലകൊള്ളുക, അത് മനഃപ്പാഠമാക്കാതിരിക്കുക, അത് പഠിപ്പിക്കാനായിട്ട് മക്കൾക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ അത് പഠിപ്പിക്കാനായിട്ട് മുന്നോട്ട് വരാതിരിക്കുക. അതൊക്കെ അത് അവഗണിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ അത് പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെതിരെ സാക്ഷി പറയും എന്ന് നിങ്ങൾ ഓർക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്തുവാനുള്ളത്. ഖുർആൻ പഠിക്കാൻ നമ്മുടെ ഇസ്ലാഹി സെന്റർ ഒട്ടനവധി സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഖുർആൻ ലേണിംഗ് സ്കൂളുകളുണ്ട്, വെളിച്ചം പഠന പദ്ധതിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഭാഗവാക്കാകുക. എന്താണ് ഖുർആൻ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചാലുള്ള കാര്യം? അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, മൻ ഖറഅൽ ഖുർആൻ വതഅല്ലമഹു വഅമില ബിഹി. ആരെങ്കിലും ഖുർആൻ വായിച്ചു എന്നിട്ട് അത് പഠിച്ചു, അങ്ങനെ അതനുസരിച്ച് ജീവിച്ചു എങ്കിൽ ഉൽബിസ ബിഹി യൗമൽ ഖിയാമ താജം മിൻ നൂർ. പ്രകാശത്തിന്റെ ഒരു കിരീടം അവന് അണിയിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് നിന്നാൽ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കും, തിന്മകളിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെ പരലോക വിജയത്തിന് അവന് അർഹനായി മാറും. എന്താ സഹോദരങ്ങളെ പരലോകത്തെ അവസ്ഥ? നമ്മുടെ നന്മകളും തിന്മകളും മലക്കുകൾ രേഖപ്പെടുത്തുമല്ലോ, അതിലാർക്കും സംശയമില്ലല്ലോ. ആ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം, കർമ്മങ്ങളുടെ രേഖ, അത് നമുക്ക് നൽകപ്പെടും. അത് നൽകപ്പെടുന്ന ഘട്ടത്തിൽ എന്താ പറയുന്നത്? ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗം.
മനുഷ്യ, ഇതാ നിന്റെ കർമ്മത്തിന്റെ രേഖ, അത് നീ ഒന്ന് വായിച്ചു നോക്ക്. ഇഖ്റ കിതാബക്, നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, കണക്ക് നോക്കാൻ ഇന്ന് നീ തന്നെ മതി എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ കർമ്മങ്ങളുടെ രേഖ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ അവസ്ഥ എന്തായിരിക്കും? പരിശുദ്ധ ഖുർആനിന്റെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിൽ ഒരു വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. അതിന്റെ വവുദിഅൽ കിതാബ്, ആ കർമ്മങ്ങളുടെ രേഖ വെക്കപ്പെട്ടാൽ ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, ആ കുറ്റവാളികളായ ആളുകൾ, പാപം ചെയ്ത ആളുകൾ ഭയന്നുകൊണ്ട് അവർ പറയും, വയഖൂലു യാ ലൈതനി, അവര് പറയുകയാണ്, എൻ്റെ നാശമേ, ഞങ്ങളുടെ നാശമേ, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറാ, ഞങ്ങളുടെ നാശമേ, ഇത് ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താതെ ഇരുന്നിട്ടില്ലല്ലോ എന്നുള്ളതാണ്. എല്ലാതും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒന്നൊഴിയാതെ എല്ലാം കൃത്യമായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വരും. എന്താണ് കാര്യം? എന്താണ് പരിഹാരം? നമ്മുടെ ഈമാൻ നന്നാക്കുക, നമ്മൾ തൗബ ചെയ്യുക. ഇത് തൗബയുടെ മാസമാണ്. ഫഅമ്മാ മൻ ആമന വതാബ വഅമില സ്വാലിഹൻ, ഈമാനോടുകൂടെ തൗബ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ഫഅസാ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ, വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടേക്കാം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അങ്ങനെ പരലോക ചിന്തയോടുകൂടെ മരണചിന്തയോടുകൂടെ നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ തീർച്ചയായിട്ടും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. നമ്മുടെ വിചാരണ എളുപ്പമാകും. അതിനുവേണ്ടി നിങ്ങൾ ഇസ്ലാഹി സെന്ററിനോട് അതിനോട് ബന്ധം പുലർത്തുക. അതിൻ്റെ ക്ലാസ്സുകളിലും പഠനങ്ങളിലും ഒക്കെ നിങ്ങൾ ഭാഗവാക്കാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. والسلام عليكم.